ഹലോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു ഷോർട്സ് മാത്രം ഇടല്ലേ, ഇടയ്ക്കൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതായിട്ട് എനിക്ക് വലിയ പിടുത്തില്ല ഈ ലോങ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പം ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പേര് പറയാം, ശ്രുതി എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് കുട്ടീസ് വ്ളോഗ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ശ്രുതി പ്രണവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് പേരൊന്ന് മാറ്റണം എന്ന്. കുട്ടീസ് വ്ളോഗ് എന്ന് ആർക്കും സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം കുറേ ആലോചിച്ചു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പേര് തന്നെ അങ്ങോട്ട് ഇടാന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലോങ് വീഡിയോ ഇട്ട് വലിയ പരിചയമില്ല. അപ്പോൾ അതൊരു പരീക്ഷണമാണ്, അതിൻ്റെ കുറേ പോരായ്മകളുണ്ട്. ഞാൻ ഈ വീഡിയോസ് മൊത്തം എടുത്തത് നമ്മുടെ ഷോർട്സ് എടുക്കില്ലേ അതുമാതിരിയായിരുന്നു കേട്ടോ. പിന്നീട് എഡിറ്റ് ചെയ്യണ സമയത്താണ് അയ്യോ സംഭവം ചെരിച്ചാണല്ലോ വരുള്ളൂ, നമ്മുടെ ലോങ് വീഡിയോസ് ഇങ്ങനെ ചെരിച്ചാണല്ലോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയപ്പോൾ തലയും വാലും ഒക്കെ പോയി. അപ്പം അങ്ങനെ കുറേ പോരായ്മകളുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമ്മൾ പതുക്കെ ഇതൊക്കെ ആയിട്ട് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ ഞാൻ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ 1 മിനിറ്റുള്ള നമ്മുടെ ഷോർട്ട് വീഡിയോക്ക് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ രാവിലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണതായിരിക്കും. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കാളും വൈകിട്ട് സന്ധ്യയൊക്കെ ആകും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലൂസ് ഉണ്ട്, മോനാണ്. അപ്പോൾ അവനുള്ള കാരണം തന്നെ അവനെ വീട്ടിലെ കാര്യങ്ങളും സ്റ്റിച്ചിങ്ങുമൊക്കെ കൂടി മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഒറ്റയിരിപ്പിന് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കാൻ പറ്റാറില്ല. പക്ഷെ നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ എന്താ ചേച്ചി പെട്ടെന്ന് തുണി എടുക്കുന്നു, വെട്ടുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒന്നും അല്ലാട്ടോ ശരിക്കും സ്റ്റിച്ചിങ് വീഡിയോസ് എടുക്കാറ്. ഇതിപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ക്ലോത്ത് നന്നായിട്ട് തേക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു സ്റ്റിഫ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അത് സെറ്റാക്കാനാണ് നോക്കിയത്. അപ്പോൾ അത് തേച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് സാധാ ബാക്കിയുള്ള സെറ്റും കൊണ്ട് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ഭാഗത്തെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുകയാണ്. കാരണം അല്ലൂസ് കുറച്ച് നേരത്തേക്ക് അവന് ഫുഡ് കൊടുത്ത് അവൻ അതിൽ കൂടെ ഒക്കെ നടക്കണ സമയത്ത് ഞാൻ ഈ അളവൊക്കെ എടുത്തേക്കും. പറ്റണ പരിപാടി ഞാൻ ഇങ്ങനെ അല്ലറ ചില്ലറ സമയത്തൊക്കെ ആയിട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഈ മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാൾ അവൻ അലമ്പുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇതവിടെ വെച്ചു. പിന്നെ നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്നതും പിന്നെ നല്ല ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യുന്ന ട്യൂട്ടോറിയലൊക്കെ ചെയ്യണം എന്നുണ്ട്. മുൻപ് ഒരു ഫ്രോക്ക് കഴിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു ചേച്ചി ലോങ് വീഡിയോ ഇടുക സ്റ്റിച്ച്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അതിൻ്റേതായ രീതിക്ക് നല്ല പെർഫെക്റ്റായിട്ട് പറഞ്ഞു തന്നെ. ഞാൻ ഈ അല്ലൂസ് അലമ്പുണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ അച്ചമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അച്ചമ്മയാണ്. അച്ചമ്മ കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ വന്നിരിക്കുകയാണ്. ഒട്ടും വയ്യ ആക്കുക. അപ്പോൾ ആൾ പിച്ച് വെച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ നീളത്തിലാണ് വീഡിയോ എടുത്തത്. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തലയും വാലൊക്കെ പോയി. അപ്പോൾ അങ്ങനെയാട്ടോ. അപ്പോൾ അല്ലൂസ് അതിൻ്റെ ഇടയ്ക്ക് അലമ്പുണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അവൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് അവൻ്റെ പുറകെ പോകും. ഇതാണ് മെയിൻ പരിപാടി. നമ്മുടെ വീട്ടിൽ അല്ലൂസ് അല്ലാണ്ട് ചേച്ചിയുടെ 2 പിള്ളേരും കൂടി ഉണ്ട്. ഈ 3 പേരും കൂടി ഉണ്ടെങ്കിണ്ടല്ലോ വീട് തല തിരിച്ച് വയ്ക്കും. അത് കാരണം വീട് മൊത്തം അലമ്പായി കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലീനിങ് പരിപാടിയും കൂടി ഉണ്ട്. അപ്പം അത് കാരണം ഇതൊക്കെ വെട്ടി വയ്ക്കും, ഇതിൻ്റെ ഇടയിൽ അടിച്ചു വാരും. പിന്നെ മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാറ് കൂടുതലും ഉച്ചയ്ക്ക് നമ്മുടെ അല്ലൂസിനെ കിടത്തി ഉറക്കിയിട്ടാണ്. അവന് നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടായിരിക്കും ഞാൻ കിടത്തി ഉറക്കുക. അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ എന്തായാലും കിടന്നുറങ്ങും. ആ സമയത്തിന് ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അല്ലൂസ് ഇടങ്ങിയേക്കണ കാരണം വീഡിയോ എടുക്കൽ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് ചെയ്തിട്ട് അവനെ ഉറക്കി കിടത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, സമാധാനമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ കണക്കൂട്ടൽ പോലെ ആയിരിക്കില്ല. അവൻ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റിച്ചിങ് അവിടെ വെച്ച് സ്റ്റോപ്പാവും. അപ്പം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, പിന്നെ നാളത്തേക്ക് വെക്കണം. അപ്പം അതാ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റിയിട്ടില്ല. എന്നെ അറിയുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവൾക്ക് ഇതെന്താ പറ്റിയത്, ഇവളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. സത്യത്തിന് എനിക്ക് നല്ല ചമ്മലുണ്ട്. ഞാൻ ഇങ്ങനെയല്ല സാധാരണ സംസാരിക്കാറ്. ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എന്താ ഒരു ചമ്മൽ, എന്തൊക്കെയോ ഞാൻ പറയുന്നു. ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കാനായിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ എന്തിനാ വോയിസ് കൊടുക്കുമ്പോഴും ചെക്കൻ അലമ്പുണ്ടാക്കുന്നു. അപ്പം ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജനലിൻ്റെ അവിടെ മാറാലാട്ടോ. കുറേ നാളായി ജനലൊക്കെ ഒന്ന് തുടച്ചിട്ട്, 2 മാസമായി കാണും. അപ്പം ഞാൻ അതങ്ങ് ചെയ്യാലോ എന്ന് ഓർത്തിട്ട് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാളും അല്ലൂസ് വന്ന് അലമ്പുണ്ടാക്കും. ഞാൻ നല്ല കുട്ടിയായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ വന്ന് എന്നെ അലമ്പുണ്ടാക്കി. പിന്നെ ഞങ്ങൾ കളിയായി ചിരിയായി ബഹളായി. അങ്ങനെയാണ് പകുതി മുക്കാൽ ദിവസങ്ങളും പോവാറിട്ടാ.
പിന്നെ അവിടെ കിടന്ന് തലകുത്തി മറിയലായി, ഗുസ്തിപിടുത്തായി. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാളും ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോയി കാണും. പിന്നെ നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കണത് കൊണ്ടായിരിക്കും ചേച്ചി ഇത്ര നന്നായിട്ട് തുടക്കണേന്ന്. കാര്യം ഞാനും അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്നും കൂടെ അടി തുടയൊക്കെയാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അത് യാദൃശികമായിട്ട് അങ്ങനെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് തുടച്ചേക്കാമെന്ന് വിചാരിച്ച അങ്ങനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, പിന്നെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവനും അതനുസരിച്ച് അങ്ങനെയായിട്ട് നടന്നോളും, എൻ്റെ സമയം പൊക്കോളും. അപ്പോൾ ഉറങ്ങണ സമയമാകുമ്പോഴത്തേക്കാളും എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിക്കാണും. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയല്ലോ, ആ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ അല്ലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവന് ഭയങ്കര ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അത് കാരണം അവൻ സ്റ്റിച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മടി കയറിയിരിക്കും. അപ്പോൾ നമുക്ക് പറ്റില്ല, സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഏകദേശം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു, അവന് ഫുഡ് വേണ്ട, അവൻ്റെ വയറ് ഏകദേശം നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം ആ ഫ്ലവറിൻ്റെ പണി ചെയ്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് വേഗം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാളും കറണ്ട് പോയി ഗൈസ്. അപ്പം ഞാൻ പകുതി മുക്കാലും ആ ഫ്ലവറിൻ്റെ പണി ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ചടപടയെന്ന് ചെയ്യുകയാണ്. കാരണം നമ്മളൊരു 5:30-ക്കുള്ള വീഡിയോ എടുത്തിട്ടേ കാര്യമുള്ളൂ, അത് കഴിഞ്ഞാൽ ലൈറ്റ് പോകും, അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ വേഗം പരിപാടി തീർക്കാനുള്ള വെപ്രാളാണ്. ഇതിപ്പോൾ വീഡിയോ ഞാൻ 2x ഇട്ടേക്കാണെങ്കിലും ഏകദേശം ആ ഒരു സ്പീഡിലൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂസ് അലമ്പുണ്ടാക്കും. അപ്പോൾ അതാണ് എനിക്കൊരു ഇറിറ്റേഷൻ. അല്ലൂസ് നമ്മളെന്തെങ്കിലും, എനിക്കെന്ന് വെച്ചാൽ പണ്ടേ മുതൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. ചിലപ്പോൾ ഫുഡ് പോലും ഞാൻ കഴിക്കില്ലായിരിക്കാം, പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എഴുന്നേറ്റ് പോണ പരിപാടി ഒന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഇതുപോലെ അല്ലൂസ് വന്ന ഇടയ്ക്ക് വന്ന് അലമ്പുണ്ടാക്കുമ്പോണ്ടല്ലോ എൻ്റെ ക്ഷമ ഞാനിങ്ങനെ ഞാനിങ്ങനെ നിൽക്കും. കാര്യം കൊച്ചിനെ പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല. അതിൻ്റെ ഇടയിൽ വീഡിയോ ഇട്ട് ചെന്നാൽ എന്നെ പറഞ്ഞാൽ മതി, അവന് ആ ഒരു കളിക്കണ പ്രായമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ മുമ്പ്, ഒരു കല്യാണത്തിന് മുമ്പ് ഒരു അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. വീഡിയോസ് ചെയ്യ് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഇടും, ഞാൻ ഡ്രോയിങ്ങും ക്രാഫ്റ്റൊക്കെ ചെയ്യും, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടാനൊക്കെ പറയുമായിരുന്നു. പക്ഷെ അന്ന് ഇതിനൊന്നും അത്ര വില ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. ഇപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഒരു ഷോർട്സ് തന്നെ ഇടുന്ന പാട് എനിക്കറിയാം. എനിക്ക് പക്ഷേ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ 2-3 ഷോർട്സൊക്കെ ഇട്ടേനെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അല്ലൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ദേ നമ്മുടെ പോസ്റ്റിൽ ഭായിമാർ ചേട്ടന്മാർ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരമായിട്ടാണ് കറണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കാരണം അപ്പം ഇന്നത്തെ വീഡിയോസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അല്ലും കൂടി പുറത്തിരുന്നിട്ട് ഇതേ ബാക്കി പരിപാടി ചെയ്യണം. അവനാണെങ്കിൽ എൻ്റെ വാലായിട്ട് ഇങ്ങനെ നടക്കൂട്ടെ, ഞാൻ എന്ത് ചെയ്താലും അവനും ഉണ്ടാവും കൂടെ. അപ്പം ബോറടിയൊന്നുമില്ല. അങ്ങനെ അവനൊക്കെ ആയിട്ട് ഇങ്ങനെ 1-2 വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യും. അപ്പം അതേ ആ സീക്വൻസാണ് ആദ്യം ഒട്ടിച്ചത്. അത് അത്ര നടപടിയാവില്ല, ഇന്നും നാളെയും ചെയ്താൽ തീരില്ല എന്ന് മനസ്സിലായ കാരണം ഞാൻ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ അല്ലൂസിനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് പാട്ടൊക്കെ പാടി കിടത്തി ഉറക്കി. അപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, ചേച്ചിയുടെ പിള്ളേരാണ്. അപ്പം സമയം ഇപ്പം ഏകദേശം 4:15 ആവാറായി. ഇനിയിപ്പോൾ ലൈറ്റ് പോണേക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ എടുക്കണം, അതിൻ്റെ പരിപാടിയിലാണ്. വീടാണെങ്കിൽ മൊത്തം അലമ്പായി കിടക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രാത്രി പിന്നെ അങ്ങോട്ട് നമ്മൾ കാരാമയുടെ മുകളിൽ തീ കൊടുത്താൽ ചടപടേന്നാണ് കേട്ടോ. അല്ലൂസ് എഴുന്നേക്കണൊക്കെ മുമ്പ് സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ സെറ്റാക്കി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്താലാണ് എനിക്ക് സമാധാനമാവുള്ളൂ. കാര്യം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, അന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ല. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടണം, ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും വരെ എത്തിച്ചത് തന്നെ വലിയ കാര്യം. എനിക്ക് 2K സബ്ബേ ഉള്ളൂ, പക്ഷേ എനിക്കൊരു 2 മില്യൺ അടിച്ച ഒരു സന്തോഷമാണ്. അപ്പോൾ അത്രയെങ്കിലും എത്തിച്ചല്ലോ അന്ന്. അപ്പോൾ അത് നമ്മൾ പകുതി വെച്ച് സ്റ്റോപ്പായി പോവണ പോലെയാണ് എനിക്ക്. അപ്പോൾ അത് കാരണം ഞാൻ ചടപടേ എനിക്ക് അതേപോലെ തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. പിന്നെ നല്ല വീഡിയോസ്, നല്ല ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഫ്ലോ വന്നിട്ടില്ല. എനിക്ക് നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കണ്ണ് നമ്മൾ അല്ലൂസ് അവനെന്താ എടുക്കുന്നതെന്ന്, പിന്നെ 2ാമത്തെ കണ്ണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ. അതിൻ്റെ ഇടയിൽ വീഡിയോൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സ്ഥിതിക്ക് ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലെല്ലാം എടുക്കാമായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്താ പറയുക, 2 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് ഇന്നും കൂടി വീഡിയോ ഇടാണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതുമാതിരി തട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ തട്ടിക്കൂട്ടി ചെയ്ത ഈ ഒരു
ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ഞാനപ്പോൾ അതേ വീഡിയോ എടുക്കാൻ ഷോർട്സിലേക്ക് വേണ്ട വീഡിയോസ് എടുക്കണം. അപ്പം നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ആരെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമ്മതമാണ് കേട്ടോ. അപ്പോൾ അതേ ഫ്ലവറിൻ്റെ ഓരോന്നൊക്കെ ഇപ്പോഴേ അഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതേ നൈസായിട്ട് കുത്തി വെച്ചിട്ട് ഞാൻ ദേ വീഡിയോ എടുക്കുകയാണ്. സത്യത്തിൽ സ്റ്റിച്ചിങ്ങിനേക്കാളും പാടാണ് എനിക്ക് ഇതുപോലൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഏതെങ്കിലും സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. അപ്പം അത്രേ ഉള്ളൂ. ചേട്ടാ.